ആർട്ട് കുറച്ചുകൂടെ ലെസ് ത്രെറ്റനിങ് ആണ്. ഞാൻ വേറൊരാളുടെ മുന്നിൽ വൾണറബിൾ ആയി മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡാൻസ് മൂവ്മെന്റ് തെറപ്പി ഏറ്റവും ആവശ്യമുള്ള ആർക്കാ? This is important to learn how to take care of yourself, how to be gentle with yourself. എനിക്ക് പോയിരുന്ന് കരയാൻ പറ്റുന്ന, എനിക്ക് ഒരു കഫേയിൽ പോയിരുന്ന് എത്ര കാര്യമായിട്ട് കരയാൻ പറ്റും. എല്ലാവരും ഡാൻസ് മൂവ്മെന്റ് തെറപ്പി ട്രൈ ചെയ്യണം എന്ന് പറയാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? എല്ലാവർക്കും അറ്റ് സം പോയിന്റ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അതിൽ നിന്നൊന്ന് അൺസ്റ്റക്ക് ആവാൻ അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. വേർഡ്സിന് അൺലോക്ക് ചെയ്യാൻ പറ്റാത്തത്, അതായത് വാക്കുകൾക്ക്, സാധാരണ തെറപ്പി അതാണല്ലോ, എന്താണ് ഡാൻസിന് ചെയ്യാൻ പറ്റുന്നത്? ഡാൻസ് എന്ന് മാത്രമല്ല, മൂവ്മെന്റിന് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ സ്റ്റക്കായിരിക്കുന്ന കുറേ കാര്യങ്ങൾ ബോഡിയിലാണുള്ളത്, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ആയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ പെട്ടെന്ന് നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു വെർബലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാവണമെന്നില്ല. അങ്ങനെയുള്ളതെല്ലാം നമ്മുടെ ബോഡിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു ശബ്ദമാവാം, ഒരു മണമാവാം, ഒരു സ്ഥലമാവാം, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാവാം. ഇതെല്ലാം നമുക്ക് ആദ്യം ഫീൽ ചെയ്യുന്നത് ബോഡിയിലായിരിക്കും. അപ്പൊ ആ ബോഡി ബേസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഇന്റൻഷൻ നമ്മുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, നമ്മുടെ തോട്ടിൽ വരാത്ത, നമ്മുടെ മെമ്മറിയിൽ പോലും ചിലപ്പോൾ വരാത്ത കാര്യങ്ങൾ ഉള്ളത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാവാം. ഇപ്പോൾ ഡാൻസ് മൂവ്മെന്റ് തെറപ്പി ഏറ്റവും ആവശ്യമുള്ള ആർക്കാ? എല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പൊ എന്താ, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളവർക്ക് മാത്രമല്ല, ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ ഒരു കാര്യം ചെയ്യുക, ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാത്ത സ്പേസിൽ എല്ലാവർക്കും വേണ്ടേ അത്. അതായത് നമ്മൾ എവിടെ പോയാലും, ഇപ്പൊ കുട്ടികളുടെ കാര്യമാണെങ്കിൽ പോലും, നമ്മൾ എവിടെ പോയാലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒരു കാര്യം പഠിക്കാൻ പറ്റാൻ നന്നായിട്ട് പഠിക്കണം, സ്കൂളിൽ പോകണമെങ്കിൽ നല്ല മാർക്ക് വേണം, എല്ലായിടത്തും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയാലോ, പടം വരയ്ക്കാൻ പറ്റിയാലോ, അപ്പൊ നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതെല്ലാവരും, എവ്രിബഡി നീഡ്സ് ഇറ്റ്. ഡാൻസ് മൂവ്മെന്റ് തെറപ്പിയിലെ ഏറ്റവും വലിയൊരു മിത്ത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതാ, ഡാൻസ് പഠിച്ചവർക്ക് മാത്രമേ ഡാൻസ് തെറപ്പി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല, എന്തായിരിക്കും മറുപടി? കുഴപ്പമില്ല, കണ്ണ് ചിമ്മുന്നുണ്ടല്ലോ, ബ്രീത് ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ മൂവ്മെന്റും ഡാൻസും ഒക്കെയാ, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒറ്റ വേർഡില് DMT ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ലിബറേഷൻ. സ്ട്രെസ്, ബേൺഔട്ട്, DMTയുടെ റോൾ എന്താ? സ്ട്രെസ്സിലാണെങ്കിലും ബേൺഔട്ടിലാണെങ്കിലും നമ്മുടെ ബോഡിയാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ഭാരം ചുമക്കുന്നത്. അപ്പോൾ ആ ഭാരം ഇറക്കി വെക്കാനും ഭാരം റിലീസ് ചെയ്യാനും അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും DMT. ഇന്നത്തെ അവസ്ഥയിൽ എന്തുകൊണ്ട് DMT റെലവൻ്റ് ആവുന്നു? നമ്മളെല്ലാവരും എന്തൊക്കെയോ പ്രശ്നങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ്. നമ്മളിപ്പോൾ, ഞാനിവിടെ കേരളത്തിൽ ഇരിക്കുകയാണെങ്കിലും ഗ്ലോബലി വാർ നടക്കുന്നുണ്ട്, ഡിസാസ്റ്റേഴ്സ് നടക്കുന്നുണ്ട്, നമ്മുടെ ന്യൂസൊക്കെ കേൾക്കുന്നത് തന്നെ വളരെ സ്ട്രെസ്ഫുള്ളായ കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു നമ്മളറിയാതെ തന്നെ നമ്മുടെ ബോഡിയിലും നമ്മുടെ മനസ്സിലും ഒക്കെ ഒത്തിരി പേടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെ എങ്ങനെ, ഇതൊക്കെ ഇപ്പോൾ ഒരു ന്യൂസ് കണ്ടു, ഇത് നമ്മളെ പേഴ്സണലി എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ഇല്ല, വി ക്യാരി ദാറ്റ് ഫിയർ, പക്ഷെ വി ആർ നോട്ട് നോയിങ് ഇതിന്റെ ഫിയർ ആണെന്നുള്ളത്. അപ്പൊ അങ്ങനെ കുഞ്ഞു ഫിയറുകളും ബുദ്ധിമുട്ടുകളും സ്ട്രെസ്സും എല്ലാം നമ്മുടെ ബോഡിയിൽ ക്യാരി ചെയ്യുന്നുണ്ട് നമ്മൾ ഇൻ ദിസ് കണ്ടംപററി വേൾഡ്. വി നീഡ് എ മീഡിയം ത്രൂ വിച്ച് വി ക്യാൻ പ്രോസസ് ഇറ്റ്. We need a medium through that we can take care of it, address it, acknowledge it and take care of it. Adina DMT is one medium. There are multiple mediums, പക്ഷേ this is also something majorly I know it helps എന്നുള്ള രീതിയിലുള്ള ഒരു മീഡിയം. നമ്മൾ കോൺഫിഡന്റ് ആണ്. DMT മാമിനെ പഠിപ്പിച്ചത് എന്താ? ആദ്യം എന്നെ പഠിപ്പിച്ചത് എന്നെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാ. രണ്ടാമത് പഠിപ്പിച്ചത് എന്നെ സ്നേഹിക്കുക, ഞാൻ തന്നെ എന്നെ സ്നേഹിക്കുക എന്നുള്ളതാ. എൻ്റെ സെൽഫ് എസ്റ്റീം ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. എൻ്റെ കോൺഫിഡൻസ്, എന്നെ വെറുക്കാതിരിക്കാനായിട്ട്
എന്നെ പഠിപ്പിച്ചു. ഓക്കെ. കാരണം ഞാൻ കടന്നുപോയ സംഭവങ്ങളിൽ എൻ്റെ ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നല്ല രീതിയിൽ എനിക്ക് സെൽഫ് ഹാം ബിഹേവിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഇമോഷണലായ പെയിൻ എനിക്ക് ഫിസിക്കലി കൂടെ എന്നെ ഒന്ന് എക്സേർട്ട് ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയാണ്. അത് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു അത്. അപ്പം ആ ഒരു ഫേസിൽ എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ഐ വുഡ് പോയിന്റ് ഫിംഗേഴ്സ് അറ്റ് മീ. ഞാൻ ചെയ്തത് കൊണ്ടാ, ഞാൻ പ്രശ്നമാക്കിയത് കൊണ്ടിട്ടാ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ DMT എന്നുള്ള പ്രോസസ്സിൽ കൂടെ ഐ ലേൺ ഹൗ ടു ബി ജെന്റിൽ വിത്ത് മൈ ബോഡി, വിത്ത് മൈസെൽഫ് ആസ് വെൽ. ആ സെൽഫ് ഹാം ബിഹേവിയർ കുറഞ്ഞു. ആ സമയത്ത് എനിക്ക് സെൽഫ് ഹാം ബിഹേവിയർ ഇല്ലായിരുന്നു. പക്ഷെ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ഹൗ ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, ഹൗ ടു ബി ജെന്റിൽ വിത്ത് യുവർ സെൽഫ്. ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഓക്കെ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടല്ലേ എന്നുള്ള ഒരു കമ്പാഷൻ എന്നോട് തന്നെ എനിക്ക് തോന്നിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു. ഓക്കെ. ക്ലയൻസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇതിന് റെഡി ആവണമെന്നില്ല. കാര്യം ഇതൊരു പെർഫോമൻസ് അല്ലെങ്കിൽ കൂടിയും സംതിങ് ദേ നീഡ് ടു ഡു. ആ ഒരു അവസ്ഥയിൽ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ഇപ്പൊ എനിക്ക് നല്ല ബുദ്ധിമുട്ടുള്ള ആളാണ്, ഇപ്പൊ എന്നോട് ഇതൊരു കാര്യം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ, കാര്യം ഞാൻ അത്തരം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഒരു ക്ലയന്റിനെ എങ്ങനെയാണ് അതിലേക്ക് എത്തിക്കുന്നത്? ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യമേ ഡാൻസ് കളിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകല്ല. വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ഫസ്റ്റ്. എന്നിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ മൂവ്മെന്റിലോട്ട് പോകുന്നത്. മൂവ്മെന്റ് ആണെങ്കിലും നമ്മൾ പതുക്കെ പതുക്കെ ആയിരിക്കും ബിൽഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇപ്പൊ ബ്രീതിങ് നമ്മൾക്ക് ബുദ്ധിമുട്ടില്ല കാണിക്കാൻ. ബ്രീതിങ് നമുക്ക് അറിയാവുന്ന ഒരു മൂവ്മെന്റ് ആണ്. നടക്കുക എന്നുള്ളത് കുഴപ്പമില്ലാത്തൊരു മൂവ്മെന്റ് ആണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു മൂവ്മെന്റുകൾ കൂടിയായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. എന്നിട്ട് പതുക്കെ പതുക്കെ ആയിരിക്കും നമ്മൾ മൂവ്മെന്റ് ബിൽഡ് ചെയ്ത് വരുന്നത്. പിന്നെ നമുക്ക് പ്രോപ്പുകളുണ്ട്. ഈ നമ്മൾ ബർത്ത്ഡേക്കൊക്കെ ഒട്ടിക്കില്ലേ, സ്ട്രീമർ, പേപ്പർ സ്ട്രീമർ, റിബൺ, അങ്ങനത്തെ പ്രോപ്പുകൾ. ഇപ്പൊ കൈ ഒന്ന് ഈ കൈ വെച്ച് എന്തെങ്കിലും ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത്രയായിരിക്കും. ചിലപ്പോൾ ആ ഒരു സ്ട്രീമർ കൂടെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ മൂവ്മെന്റ് ബിൽഡ് ചെയ്യാനുള്ള കുറച്ച് പ്രോപ്പുകൾ കൊടുക്കുക, സോ ദാറ്റ് അവരും കംഫർട്ടബിൾ ആണ്. അപ്പം അവരെ സേഫ്റ്റി ഫീൽ ചെയ്യിപ്പിക്കുക. ഐ എം സേഫ്, എന്നെ ആരും ജഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ പറയുക. അവരെ ജഡ്ജ് ചെയ്യാതിരിക്കാൻ ഉള്ള കാര്യങ്ങളും പറയുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താണ് നമ്മൾ സേഫ്റ്റി ബിൽഡ് ചെയ്തിട്ടാണ് മൂവ്മെന്റിലോട്ട് കടക്കുന്നത്. പതുക്കെ പതുക്കെ ആയിരിക്കും തുടങ്ങുന്നത്. ചില ആൾക്കാർക്ക് മൂവ്മെന്റ് ഒട്ടും പറ്റില്ലായിരിക്കും. മൂവ്മെന്റ് ഇപ്പൊ ഡാൻസ് കളിക്കാൻ അറിയാവുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനല്ല, ചില ആൾക്കാർക്ക് മൂവ്മെന്റ് ഒട്ടും പറ്റില്ലായിരിക്കും. അപ്പൊ ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആർട്ടിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മ്യൂസിക്കിലൂടെ. ഈ ഹം ചെയ്യുക എന്നുള്ളത് മ്യൂസിക്കിന്റെ ഒരു പാർട്ടാണ്. കൈ അടിക്കുക റിതമാണ്. അപ്പൊ അങ്ങനെ ചിലപ്പോ ആർട്ട് കുറച്ചുകൂടെ ലെസ് ത്രെറ്റനിങ് ആണ്. ഞാൻ വേറൊരാളുടെ മുന്നിൽ വൾണറബിൾ ആയി മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആരെയും കാണിക്കാതെ ഞാൻ പടം വരച്ചാൽ മതി. പടം എനിക്ക് വരയ്ക്കാൻ അറിയണമെന്നില്ല ആർട്ട് തെറപ്പിക്കും. അപ്പോൾ ഇപ്പൊ മൂവ്മെന്റ്, ഇഫ് യു ഫീൽ ദാറ്റ് മൂവ്മെന്റ് എനിക്ക് പറ്റിയ കാര്യമല്ല എന്നുണ്ടെങ്കിലും ദർ ആർ അതർ മൊഡാലിറ്റീസ്. വി മൈറ്റ് സ്റ്റാർട്ട് ഫ്രം ഇറ്റ്. ഇപ്പോൾ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നത് ഒരു അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, ഡിമെൻഷ്യ ഉള്ളൊരു ഗ്രൂപ്പിന്റെ അടുത്തായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഇവര് അനങ്ങാൻ പറ്റില്ല, അനങ്ങില്ല, എനിക്ക് വയ്യ അനങ്ങാൻ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വലിയ മൂവ്മെന്റ് വരുന്നില്ല. അപ്പോൾ ഒരു ദിവസം, അതൊരു റെക്കറിങ് സെഷൻ ആയിരുന്നു, വൺസ് എ വീക്ക്. അപ്പോൾ ഒരു ദിവസം അവിടെ ഞാൻ നേരത്തെ എത്തി. അപ്പൊ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ പുറത്ത് വെയിറ്റ് ചെയ്ത് ഇവർ പാട്ട് പാടുന്നു. ഞാൻ അന്ന് സെഷൻ എടുത്തപ്പോൾ ഞാൻ ഓർത്തു, എങ്കിൽ പാട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. പാട്ട് സംതിങ് ഫെമിലിയർ, കുറച്ച് മെമ്മറി ഉള്ളത് പാട്ടുകൾ കൂടിയാണ്. എങ്കിൽ പാട്ട് പാടാം, നമുക്ക് ഒരുമിച്ച് ഞാനും കൂടെ ഇരുന്ന് പാട്ട് പാടാം എന്നുള്ള രീതിയിൽ ഞാനും കൂടെ ഇരുന്നു. അങ്ങനെ പാട്ട് പാടലായിരുന്നു കുറച്ച് ദിവസം നടന്നത്. സോ ദാറ്റ് അവർക്കൊരു ട്രസ്റ്റ് തോന്നാനും ഒരു റിലേറ്റബിൾ ആണെന്നുള്ളത് തോന്നാനും ഒക്കെ ഉള്ള രീതിയിൽ അത് ദാറ്റ് ഹാപ്പൻഡ്. പിന്നെ പാട്ടിലൂടെ നമ്മൾ കുറച്ച് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് റിതം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ മൂവ്മെന്റ് പാട്ടിൽ കൂടിയാണ് കൊണ്ടുവരാൻ പറ്റിയത് ആ ഗ്രൂപ്പില്. അപ്പൊ ചില ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മൂവ്മെന്റ് ആദ്യം വരണം എന്നില്ല, കംഫർട്ടബിൾ ആവണം എന്നില്ല, കുറച്ച് ത്രെറ്റനിങ് ആയിരിക്കും, വൾണറബിൾ ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ബാക്കിയുള്ള മൊഡാലിറ്റീസ്, ആർട്ടോ, മ്യൂസിക്കോ, സ്റ്റോറി ടെല്ലിങ്ങോ, ഡ്രാമയോ, അങ്ങനെ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കും. എന്നിട്ടായിരിക്കും നമ്മൾ മൂവ്മെന്റിലോട്ട് വരുന്നത്. ഓക്കെ. അങ്ങനെ ഈ
ഏതൊക്കെ കണ്ടു ഇപ്പം ഒരു കാര്യം നമ്മൾ അറിയുമ്പോൾ അത് എവിടെയൊക്കെ പറ്റില്ല എന്നറിയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ പറ്റുന്നത് എവിടെയാണ്, ഏതൊക്കെ കാര്യങ്ങളിലാണ്, എങ്ങനെയുള്ളൊരു വ്യക്തികൾക്കാണ് ശരിക്കും ഡാൻസ് മൂവ്മെന്റ് തെറപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആസ്പെക്ട്സിനോട് അല്ലെങ്കിൽ അതിലേക്ക് വരാൻ പറ്റുന്നത്? ആർക്ക് വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണെങ്കിലും വരാം എന്നുള്ളതാണ്. കാരണം ബോഡി നമുക്ക് എല്ലാവർക്കും ബോഡി ബേസ്ഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നിങ്ങളൊരു കൗൺസിലിംഗ് ആവശ്യമുള്ള ഒരാളാണെങ്കിലും ഒരു ഡാൻസ് തെറപ്പി പ്രാക്ടീഷണർ ഒരു കൗൺസിലറും കൂടി ആണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റും കൂടി ആണെങ്കിൽ അയാളെ കോണ്ടാക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ ഡാൻസ് തെറപ്പി ഇന്നൊരു ഡാൻസ് തെറപ്പിസ്റ്റിന്റെ അടുത്ത് പോവാം എന്ന് പറഞ്ഞു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോപ്പുലാരിറ്റിയോ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്നോ ഇപ്പൊ ഇന്ത്യയിൽ ഇല്ല. അപ്പോൾ ആദ്യം വരുന്നത് അതായിരിക്കില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ കൗൺസിലിങ്ങിന് പോകുന്നു അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിന് പോകുന്നു, ഇതിന്റെ രണ്ടിന്റെയും നടുക്കുള്ള എന്തെങ്കിലും ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ചിലപ്പോൾ ഡാൻസ് തെറപ്പിയിലോട്ട് വരാം. ഇപ്പൊ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ഉണ്ട്, എന്നെ അത് ഫിസിക്കലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് ചെസ്റ്റിൽ ഭയങ്കര ഒരു പിടുത്തം തോന്നുന്നു. ചിലപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഡോക്ടറിന്റെ അടുത്തായിരിക്കും. അല്ലെങ്കിൽ ഒരു ഷോൾഡറിന്റെ വേദന തോന്നുന്നു, നമ്മൾ ആദ്യം പോകുന്നത് ഡോക്ടറിന്റെ അടുത്തായിരിക്കും. ഡോക്ടറിന്റെ അടുത്ത് പോയി മെഡിസിൻ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു വേദന പോകുന്നു എന്നുള്ളതുണ്ടാവും. പക്ഷെ വീണ്ടും നമ്മളൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വീണ്ടും ഈ പെയിൻ വരും. നമ്മൾ മനസ്സിലാക്കുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണെന്നുള്ളതാ. അത് സൈക്കോസൊമാറ്റിക് ആവാം. അപ്പൊ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കായിട്ടും ഒരു ഡാൻസ് തെറപ്പി പ്രാക്ടീഷണറിനെ കാണാവുന്നതാണ്, തെറപ്പിസ്റ്റിനെ കാണാവുന്നതാണ്. ആക്ച്വലി തെറപ്പിസ്റ്റ് ആണ് അത് ചെയ്യേണ്ടത്, പ്രാക്ടീഷണർ അല്ല. എന്നാലും നമുക്ക് അതും ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഞാൻ മേജർലി ചെയ്യുന്നത് സ്മോൾ ഗ്രൂപ്പായിട്ടുള്ള സെഷൻസ് ആണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഒരു മാക്സിമം 5 പേര്, 4-5 പേരാണ് ഒരു കുഞ്ഞു ഗ്രൂപ്പിലുള്ളത്. അതൊരു സപ്പോർട്ട് ഗ്രൂപ്പ് മോഡലിലായിരിക്കും നടക്കുക. അതിനകത്ത് നമ്മൾ ബോഡി ബേസ്ഡ് ആയിട്ട് ആർട്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരു സാഹചര്യത്തിൽ കൂടെ ഒരു ഇവന്റിൽ കൂടെ കടന്നു പോവാണ്, ഒരു ബുദ്ധിമുട്ടായ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവാണ്. എനിക്കിത് പറയാൻ ആരുമില്ല, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ സപ്പോർട്ടഡ് ഇനഫ്, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള സമയങ്ങളിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കിട്ടിയാൽ നന്നായിരിക്കും. എനിക്ക് തോന്നുന്നു when I was going through a lot of things, I had a group of people who helped me. അവരെന്നെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനല്ല, ചിലപ്പോൾ എന്നെ കേൾക്കുക എന്നുള്ളതാവാം. എൻ്റെ ഈ ഹീലിംഗ് പ്രോസസ്സിൽ എൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, ആർക്കും മനസ്സിലായില്ലെങ്കിലും ഈ 2 പേർക്ക് മനസ്സിലാവും എന്ന് തോന്നുന്ന ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്, നമ്മളെ സപ്പോർട്ടഡ് ആയി ഫീൽ ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഈ ഡാൻസ് തെറപ്പിയിലൂടെ നടക്കുന്നത്. അപ്പൊ നമ്മൾ സംസാരിച്ച് സപ്പോർട്ടഡ് ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല, മൂവ്മെന്റിൽ കൂടെ ആർട്ടിൽ കൂടെ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ സ്പേസ് പ്രൊവൈഡ് ചെയ്യാണ് എങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യാതെ കാര്യങ്ങൾ പറയാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്പേസസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന വർക്കിൽ കൂടുതലായിട്ടുള്ളത്. എങ്ങനെ ജഡ്ജ്മെന്റ് ഇല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ലിഫ്റ്റ് ചെയ്യാം, എന്നെ കുറച്ചും കൂടെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടോ ഗ്രൂപ്പായിട്ടോ വരുന്ന ആൾക്കാർ ഓൾറെഡി ഏതെങ്കിലും തെറപ്പിസ്റ്റിനെ കാണുന്ന ആൾക്കാരായിരിക്കും. ദേ വോണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദെയർ ഷെൽ. ദേ വോണ്ട് ടു അവരിങ്ങനെ വളരെ ഒരു സ്ലോബായിട്ട് ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ദേ വോണ്ട് ടു മൂവ്, അല്ലെങ്കിൽ ദേ വോണ്ട് ടു ഡു സംതിങ് സോ ദാറ്റ് അവർ ഈ അവസ്ഥയിൽ നിന്നും പുറത്ത് വരാൻ ഹെൽപ്പ് ചെയ്യുക. ദേ ആർ ഡൂയിങ്. ഇപ്പം എനിക്കിവിടെ മേജർലി വരുന്ന കൂടുതലും ആൾക്കാർ ദേ ആർ ഓൾറെഡി ഇൻ തെറപ്പി. They want to feel supported. They want to explore themselves more, take care of themselves more through some other medium. എന്നുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത് ഈ ടൈമിന്. എന്നാൽ ചില ആൾക്കാർ they have specific നീഡ്. എനിക്ക് ദേഷ്യം വളരെ കൂടുതലാണ്, പൊട്ടിത്തെറി കൂടുതൽ നടക്കുന്നുണ്ട്, എനിക്കിത് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കണം, അപ്പൊ ഇതിൽ കൂടെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വലിന്റെയും നീഡ് എന്താണോ അത് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഗ്രൂപ്പിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഒരു സ്റ്റോറി റിവീൽ ചെയ്യാൻ പറ്റുമോ? ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ തന്നെ ഇപ്പൊ തുടങ്ങിയ ഒരു ഗ്രൂപ്പിന്റെ പറയാം. അത് ഒരു സെഷൻ മാത്രമേ ആക്ച്വലി ആ ഗ്രൂപ്പിന്റെ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഗ്രൂപ്പിൽ എല്ലാവരും തെറപ്പിക്ക് പോകുന്നവരാണ്. ചിലർക്ക് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടായിട്ടുള്ളവരുണ്ട്,
സെൽഫ് ഹാം ബിഹേവിയേഴ്സ് ഉള്ളവരുണ്ട്, നല്ല ആങ്സൈറ്റി ഉള്ളവരുണ്ട്, ബ്രോക്കൺ റിലേഷൻഷിപ്സ് കൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ്. വളരെ ഡ്രെയിൻഡ് ആണ് അവർ. മേജോറിറ്റി ആൾക്കാരും വളരെ ഡ്രെയിൻഡ് ആണ്. അപ്പം ഒരു സെഷനെ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു 1.5 hours ആയിരുന്നു ആ ഒരു സെഷൻ ഉണ്ടായിരുന്നത്. ആ സെഷനിൽ ഇന്ന് ഓഫീസിൽ നിന്നൊക്കെ വരുന്ന ഒരു ഡ്രെയിൻഡായ അവസ്ഥയിലാണ് അവർ വരുന്നതും. അപ്പോൾ എനിക്ക് വന്നിട്ട് ഞാനിവിടെ നോക്കിയിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു, ഇന്നൊരു എനർജി ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്തു. കാരണം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ഒത്തിരി മൂവ്മെന്റ് വരുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന, പെയറപ്പ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് എനർജി ഇല്ല എങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്ന ആള് കുറച്ചുകൂടെ ചെയ്യുമ്പോൾ ഞാനും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ബേസിക്കലി ബൈ ദി എൻഡ് ഓഫ് 1.5 hours ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഐ ഫീൽ സോ ഫ്രീ നൗ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ഇറ്റ് ജസ്റ്റ് 1 session. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഓക്കെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് വല്ല ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നത്. കാരണം വി കുഡ് സീ പീപ്പിൾ അവരുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതവരെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാ. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് നമ്മളൊരു ദിവസം ഫ്രീ ഡേ കിട്ടുന്ന ദിവസം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളോട് ഇമാജിൻ നമ്മൾ കൈയും കാലൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുകയായിരിക്കില്ലേ, വീട്ടിലല്ലേ. അപ്പോഴേ നമ്മളോട് വീട്ടിൽ ആരെങ്കിലും അതുവഴി നടന്നു പോവുകയാണെങ്കിൽ പറഞ്ഞെന്താ നേരെ ഇരിക്കേ എന്ന് പറയില്ലേ. അപ്പൊ ഇപ്പൊ സ്കൂളിൽ ഒരു 2-3 മണിക്കൂർ ഒരു PT പീരീഡ് ഒക്കെ കിട്ടി ഗെയിംസ് ഒക്കെ കളിച്ച് നമ്മള് ടയേർഡായിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ കുഴഞ്ഞ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിലെ ടീച്ചർ വന്ന് എന്തായിരിക്കും പറയാ, സിറ്റ് സ്ട്രേറ്റ്, ഇവിടെ അറ്റൻഷൻ ഇവിടെ എന്നുള്ള രീതിയിൽ. അപ്പൊ കുഞ്ഞിലേ തൊട്ടേ വി ആർ ടോട്ട് നോട്ട് ടു ലിസൺ ടു അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, ടയേർഡാണോ, പെയിൻ ആണോ, സ്റ്റിഫാണോ, ഇതൊന്നും നമ്മളെ ഇപ്പം ഞാൻ ടയേർഡാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇരിക്കുക, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇരിക്കുക എന്നുള്ളൊരു സംഭവം എനിക്കറിയില്ല ഗ്രോയിങ് അപ്പ്. ബിക്കോസ് പോകുന്ന എല്ലാ സ്ഥലത്തും വി ആർ കണ്ടീഷൻ ടു നോട്ട് ലിസൺ ടു അവർ ബോഡി. ഇങ്ങനെ ഇരിക്കൂ, ഇത് മാത്രമേ അക്സെപ്റ്റബിൾ ആയി ഉള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഒരു ഡാൻസ് തെറപ്പി സെഷന് വരുമ്പോ ഞാൻ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയാണോ ഒരു ബുദ്ധിമുട്ടാണ് ഇത് ഓപ്പൺ ആവാനായിട്ട്. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയും വർഷത്തെ 10-30 വർഷത്തെ കണ്ടീഷനിങ് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയി അറ്റൻഷനിൽ ഇരുന്നുകൊണ്ട് ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് ഐ എം അലൗവിങ് യു ടു മൂവ്, യു കെൻ മൂവ് ഹൗ എവർ യു വോണ്ട് എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് നോ ഹൗ ടു മൂവ്. അപ്പൊ അത്രയും വർഷത്തെ കണ്ടീഷനിങ് നമ്മൾ ബ്രേക്ക് ചെയ്യണം. അത്രയും വർഷം നമ്മൾ ഈ മസിൽ പിടിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തോട്ട് വരണം എന്ന് പറയുന്നത് തന്നെ ഒരു ലിബറേറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ലേണിംഗ് ഹൗ ടു ജസ്റ്റ് മൂവ്. ഡാൻസ് മൂവ്മെന്റ് തെറപ്പി എടുക്കാൻ ആഗ്രഹമുള്ള കുറച്ച് പേരെങ്കിലും കാണും. എങ്ങനെയാ കണക്ട് ചെയ്യാൻ പറ്റുക? ഞാൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഇപ്പൊ ഞാൻ ഓഫർ ചെയ്യുന്ന വർക്ക്ഷോപ്സ് ഉണ്ട്. വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമോ, ഇത് എങ്ങനെയായിരിക്കും, നമുക്കിത് എങ്ങനെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു ഐഡിയ വർക്ക്ഷോപ്പുകളിൽ കൂടെ കിട്ടും. ഇന്ത്യയിൽ വേറെ പല സ്ഥലങ്ങളിലായിട്ട് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സസും ഡിപ്ലോമ, PG ഡിപ്ലോമ അങ്ങനത്തെ കോഴ്സസ് അവൈലബിൾ ആണ്. ഈ പല ആൾക്കാരും ഓഫർ ചെയ്യുന്ന വർക്ക്ഷോപ്സും ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് പയനിയേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ത്രിപുര കശ്യപ് എന്ന് പറഞ്ഞ ഒരാളും സോഹിനി ചക്രവർത്തി എന്ന് പറഞ്ഞ ഒരാളും. സോഹിനിയാണ് കൊൽക്കത്ത സൻവേദ് ചെയ്യുന്നത്. ത്രിപുര ക്രിയേറ്റീവ് മൂവ്മെന്റ് തെറപ്പി അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പേസ് പുള്ളിക്കാരിക്കും ഉണ്ട്. അപ്പം ഇവര് ഈ CMTI ആണെങ്കിൽ കൂടുതലും വർക്ക്ഷോപ്സും റിട്രീറ്റുകളും ഒക്കെ ഓഫർ ചെയ്യുന്നതുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ആദ്യം കുറച്ച് വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒരു ഐഡിയ കിട്ടിയിട്ട് വേണം. കാരണം കോഴ്സസ് പലതും പല രീതിയിൽ എക്സ്പോഷർ തരുന്നതാ. ചിലർ കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് ആയിരിക്കും എക്സ്പോഷർ കിട്ടുന്നത്, ചിലർ കുറച്ചുകൂടെ ക്ലിനിക്കൽ ബേസ് ചെയ്തായിരിക്കും. അപ്പം നമ്മളുടെ ഇന്റൻഷൻ എന്താ, നമ്മൾ ഇതിൽ നിന്ന് എന്താ നോക്കുന്നത് എന്നനുസരിച്ച് വേണം ആ കോഴ്സ് സെലക്ഷൻ ചെയ്യാനായിട്ട്. പഠിക്കുന്നത് അങ്ങനെ അതല്ല. ഇപ്പൊ ഒരാള് അയാളുടെ ഹീലിംഗ് ജേർണിയിലാണെങ്കിൽ, അയാളുടെ പാസ്റ്റിലെ ട്രോമയുടെ ഹീലിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് തന്നെ തോന്നുകയാണ് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാം, അങ്ങനെ ഒരാൾ എങ്ങനെ കണക്ട് ചെയ്യും?
നമ്മുടെ ഈ ഒരു സ്പേസിന്റെ, ഞാൻ റൺ ചെയ്യുന്ന സ്പേസിന്റെ പേര് നവം എന്നാണ്. നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ അതിന്റെ നമ്മുടെ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. ഫേസ്ബുക്കിലും അതിന്റെ പേജ് ഉണ്ട്. അപ്പൊ അതിന്റെ പേര് നവം എന്നാണ്, NAVEM. നവം DMT കേരള എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ സെഷൻ ബുക്ക് ചെയ്ത് അതിൽ സെഷൻ കിട്ടും. അഗൈൻ അതും ഒരു നീഡ് ബേസ്ഡ് ആണ്. നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മുടെ ഇന്റൻഷൻ എന്താന്നുള്ളത് പറയുകയാണെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടല്ലോ, ആ പ്രോഗ്രാംസിൽ ഏതായിരിക്കും ഈ ഒരു എക്സ്പെക്ടേഷൻ, ഈ ഒരു സംഭവത്തിന് വർക്കബിൾ എന്നുള്ളത് നോക്കിയിട്ട് വിൽ പുട്ട് ഇൻ ടു ദാറ്റ്. ഇപ്പം വി ഹാവ് എ സെഷൻ കോൾഡ് വി ടൈം, ദാറ്റ് ഇസ് ഓപ്പൺ ടു എവ്രിബഡി. ഒരു ഏജ് ഒരു ഏകദേശം ഒരു ഏജ് ഉള്ള ആൾക്കാരായിരിക്കും മിക്കവാറും അതിനകത്തുള്ളത്, അല്ലെങ്കിൽ ഏകദേശം ഒരു ഇന്റൻഷനോ നീഡോ ഉള്ള ആൾക്കാരായിരിക്കും. Online or offline? Both. Online, offline and hybrid. Because there are people who want to come and do it, but it's not possible. അങ്ങനെയുള്ളവർക്ക് മാസത്തിൽ ഒരിക്കൽ വരാം ഹൈബ്രിഡ് ആയിട്ട്, എന്നാൽ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും ഓൺലൈനായിട്ട്. എന്താണ് ഈ നവം? നവം നദി, വേര്, മരം. ഞാൻ ഡാൻസ് തെറപ്പി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കിങ്ങനെ മെറ്റഫേഴ്സ് കിട്ടും. മൂവ് ലൈക്ക് എ ബേർഡ്, മൂവ് ലൈക്ക് എ ട്രീ. അപ്പോൾ എന്നെ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു ഈ നദിയും വേരും മരവും. നദി കുറച്ചുകൂടെ ഫ്ലോ, കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാനും ഫ്ലോ ചെയ്യാനും മൂവ്മെന്റ് കുറച്ചുകൂടെ ഡീപ്പൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തൊരു മെറ്റഫർ ആയിരുന്നു. അതേപോലെ തന്നെ ട്രീയും റൂട്ടും. അപ്പോൾ ഐ വാണ്ടഡ് വെൻ ഐ വാസ് ക്രിയേറ്റിംഗ് എ സ്പേസ് ഹിയർ, ഐ വാണ്ടഡ് സംതിങ് ക്ലോസ് ബൈ ടു ബി ഇറ്റ്സ് നെയിം. എനിക്ക് പോയിരുന്ന് കരയാൻ പറ്റുന്ന, എനിക്ക് ഒരു കഫേയിൽ പോയിരുന്ന് എത്ര കാര്യമായിട്ട് കരയാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് ഒന്ന് അലറണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയിരുന്ന് അലറും. എൻ്റെ വീട്ടിൽ എനിക്കൊരു സേഫ്റ്റി തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, ഇമോട്ട് ചെയ്യാൻ. അപ്പം നമ്മൾ സപ്രസ് ചെയ്ത് വെക്കലായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇതൊരു എൻ്റെ ഇമോഷനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫായ സ്പേസ്. ചിലപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ചു പേരും കൂടെ ഉള്ള ഒരു സ്പേസ് എന്നുള്ളതാണ് നവം. വിത്തൗട്ട് ജഡ്ജ്മെന്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ വിഷയം പഠിച്ച ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു സംതൃപ്തി എനിക്കുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം DMT എന്ന് പറയുന്നത് എൻ്റെ അക്കാഡമിക്സിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ കടന്നു വന്ന വഴിയിലെങ്ങോ അങ്ങനെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയയാണ്. കുറേ കാര്യങ്ങൾ ലേൺ ചെയ്തു. എനിക്കൊന്ന് ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പലരും ഡാൻസ് എന്ന് കേൾക്കുമ്പം ഇപ്പം എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞ് ഒഴിവായി പോകുന്നിടത്ത് നിന്നും അതല്ല, ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും വിത്തൗട്ട് ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ തന്നെ അവനവനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്പേസിലേക്ക് എത്തപ്പെടുന്ന ഒന്നാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. ഇനി നമുക്ക് കാണാൻ സാധിക്കട്ടെ. അപ്പം ഇതിൽ താല്പര്യമുള്ളവർ ഞാൻ കോൺടാക്ട് നമ്പറും കൂടി കൊടുക്കാം. കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ കോൺടാക്ട് ചെയ്യേണ്ടത് അതോടെ കൊടുത്ത് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.